അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ ഏഷ്യർ ടിപ്പർ ഓടിക്കുക എന്നുള്ളതാണ്. ഏഷ്യർ ടിപ്പർ മാത്രമല്ല, ഏഷ്യറിൻ്റെ വണ്ടികൾ എങ്ങനെ ഓടിക്കുക എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ ഗിയർ സിസ്റ്റം വരുന്നത് ഈ ഒരു സിസ്റ്റമാണ് വരുന്നത്. അതായത് ഫസ്റ്റിലേക്ക് റിവേഴ്സാണുള്ളത്. ഫസ്റ്റ് റിവേഴ്സ്, പിന്നെ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഇതാണ് ഗിയറിൻ്റെ ഒരു പൊസിഷൻ. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇത് എവിടെയാണ് വരുന്നത്. ഇത് മേലേക്ക് ആയിക്കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഓഫായി, താഴേക്ക് ആയിക്കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡായി. നമ്മൾ വണ്ടി എടുക്കാൻ നേരത്ത് ഈ ഏഷ്യറിൻ്റെ നമ്മുടെ വലിയ വണ്ടികളൊക്കെ സെക്കൻഡ് ഗിയറിലിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ലോഡ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫസ്റ്റ് ഗിയറിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇനിയിപ്പോൾ അതുമല്ല, ലോഡും കൊണ്ട് തന്നെ ലെവൽ റോഡാണെങ്കിലും നമുക്ക് സെക്കൻഡ് ഗിയറിലിട്ട് എടുക്കാനുള്ളതേ ഉള്ളൂ. കാലുവണ്ടി തേർഡ് ഗിയറിലും കാലുവണ്ടി നമുക്ക് എടുത്തിട്ട് പോവാം. പിന്നെ വെച്ചാൽ ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് അകത്തിരുന്ന് നല്ലൊരു വ്യൂ ആണ് പുറത്തേക്ക് കിട്ടുക. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ഭാഗങ്ങളും കറക്റ്റ് കാണാൻ പറ്റും. കാറിലുള്ളതിനേക്കാളും വിസിബിലിറ്റിയാണ് ഈ വണ്ടിക്കുള്ളത്. ഒന്നാമത് വലിയ വണ്ടിക്കെല്ലാം വിസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ബസ്സും ടിപ്പർ ലോറികളെല്ലാം ഈ തിരക്കിൽ ഇങ്ങനെ കുത്തിക്കയറ്റിക്കൊണ്ട് പോകുന്നതിൻ്റെ മെയിൻ കാര്യം അതാണ്. നമുക്ക് കാറുകാർക്ക് ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ബസ് അതിൻ്റെ മേലക്കുള്ള ടിപ്പർ വണ്ടികൾക്കൊക്കെ മുമ്പിൽ ഒരു 10 കാറുണ്ടെങ്കിൽ അതിൻ്റെ അങ്ങറ്റം വരെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അവരിങ്ങനെ കയറ്റിക്കൊണ്ട് വരുന്നത്. ഞാൻ എന്തായാലും വണ്ടി ഒന്ന് മൂവ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഹാൻഡ് ബ്രേക്കിലുള്ളത്. ഇത് പൊക്കിക്കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ ഒഴിവായിട്ടുണ്ട്. അവിടെ മീറ്ററിലും കാണാം അത് പോയി. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിലോട്ട് ഇടുന്നത്. സെക്കൻഡ് ഗിയറിലോട്ട് ഇട്ടിട്ട് മെല്ലെ ആക്സിലേറ്റർ കൊടുക്കണമെന്നില്ല. മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോഴേക്കും വണ്ടി ഇപ്പോൾ ഇങ്ങനെ പോകുന്ന കാണാം. അതേപോലെ തന്നെയാണ് തേർഡ് ഗിയറും. ഇപ്പോൾ നമ്മളിതാ തേർഡ് ഇട്ടു. ലെവൽ സ്ഥലം തന്നെയാണ്. കാലെടുത്താൽ മതി, വണ്ടി പൊക്കോളും. ആ ഒരു ഫസ്റ്റത്തെ ഒരു ആക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ റിവേഴ്സ് ഇടുക. അതേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ. നമ്മുടെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോഴേക്കും വണ്ടി അങ്ങ് തെറിച്ചോളും. പിന്നെ നല്ലൊരു കൊടുത്താൽ മതി. നമ്മൾ നിർത്തുമ്പോൾ എപ്പോഴും ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഇറങ്ങുക. കാരണം വേറെ ഒഴുകി കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ ഉരുണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഓഫൊക്കെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം സാധാ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ സ്മൂത്താണ്. പിന്നെ ഇതിൻ്റെ ടിപ്പിംഗ് മെക്കാനിസം എങ്ങനെയാണെന്ന് കാണാം, നോക്കാം നമുക്ക്. ഇതിപ്പോൾ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് തന്നെ ഇതിപ്പോൾ വണ്ടി ഹാൻഡ് ബ്രേക്കിലുള്ളത് ന്യൂട്രൽ ഇട്ടിട്ട് വേണം ഇത് ഇതാക്കാൻ വേണ്ടി. ഇപ്പം ക്ലച്ച് ചവിട്ടിയിട്ട് ടിപ്പർ ഗിയർ ഇടുക. ഇപ്പോൾ ടിപ്പർ ഗിയർ ഇതായിട്ടുണ്ട്. ഇനി നല്ലതാ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. കാലെടുത്തിട്ട് ഈ ലിവർ താഴേക്ക് താത്തുക. താഴേക്ക് താത്തുമ്പോൾ കാണാം ടിപ്പർ പൊന്തുന്ന കാണാം. കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ അതിന് സ്പീഡ് കൂടും. കുറച്ചൊരു മീഡിയം ആക്സിലേറ്റർ വേണം എപ്പോഴും ഇത് പൊക്കാൻ വേണ്ടി. അതിൻ്റെ മാത്രം ഇതിൽ വെക്കരുത്. അത് കാല് അങ്ങ് പൊന്തിക്കോളും. പിന്നെ താത്താൻ നേരത്ത് ഈ ലിവർ നേരെ മേലോട്ട് പൊക്കിയാൽ മതി, ടിപ്പർ താന്നോളും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു ആക്ഷൻ ഉണ്ടത്. കഴിഞ്ഞ പാടെ ഇത് ഓഫാക്കുക. ഒക്കെ എയറിലുള്ള പരിപാടിയാണ് മൊത്തം. ഒരിക്കലും ടിപ്പർ ഗിയർ ഇട്ടുകൊണ്ട് നമ്മൾ ഗിയർ ഇടാൻ ശ്രമിക്കരുത്. ഇതിപ്പോൾ ചില സൈഡിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാർ പറയും ഇത് വലിച്ചുകൊണ്ട്, അങ്ങനെ ടിപ്പർ പൊക്കിയിട്ട് തന്നെ വലിച്ചുകൊണ്ട് പോകണമെന്ന് പറയും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റായിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മൾ ഒരേ ഗിയർ ബോക്സിൽ 2 ഗിയർ ഒരേ സമയത്ത് എൻഗേജ് ചെയ്യേണ്ടി വരും. അതായത് ടിപ്പർ ഗിയർ അവിടെ ഇരിക്കും, അതേപോലെ തന്നെ ഇത് ഗിയർ ഇട്ടിട്ട് വേണം വണ്ടി മുന്നോട്ട് എടുക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആവും. ഗിയറിൻ്റെ ഒക്കെ പല്ല് പൊട്ടാനും പിന്നെ ഗിയർ ബോക്സിന് പണി വരാനും സാധ്യത കൂടും. നമ്മളെപ്പോഴും ഒരു ഗിയറിൽ മാത്രം എടുക്കുക. എപ്പോഴും പൊക്കിക്കഴിഞ്ഞ് അപ്പം തന്നെ ടിപ്പർ ഗിയർ ഓഫാക്കിയിട്ട് വേണം വണ്ടി എടുക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഗിയർ ബോക്സ് പണിയാവും, വലിയൊരു പൈസ പോകും. ഗിയർ ബോക്സ് ഒക്കെ ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 35 രൂപ ഏറ്റവും കുറഞ്ഞത് നമ്മൾ കാണണം. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഈ ലോഡും കൊണ്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഗിയറിൽ. അതായത് നമ്മളിപ്പോൾ ഒരു വലിയ ഇറക്കമൊക്കെ ലോഡും കൊണ്ട് ഇറങ്ങുവാണെങ്കിൽ എപ്പോഴും ഗിയർ താങ്ങിയിട്ട് വേണം ഇറങ്ങാൻ. അതായത് നമ്മൾ ഏത് ഗിയറിലാണോ കയറ്റം കയറുന്നത് അതേ ഗിയറിൽ വേണം ഇറക്കാനാണ് പറയുന്നത്. അപ്പം വലിയ കയറ്റമൊക്കെ ആണെങ്കിൽ പരമാവധി നമ്മൾ ഫസ്റ്റിലേക്ക് അല്ല ഹൈ ഗിയറിലേക്കൊക്കെ ഇട്ടിട്ട് മെല്ലെ താങ്ങി ഇറങ്ങുക. അതിനൊക്കെ നല്ല കുത്തന ഇറക്കമൊക്കെ ആണെങ്കിൽ
ഫസ്റ്റ് ഗിയർ വിട്ട് പിന്നെ അതവിടെ എൻജിൻ ബ്രേക്ക് ഉണ്ട്. ഇത് ഫ്രണ്ടിലോട്ട് തട്ടിക്കഴിഞ്ഞാൽ എൻജിൻ ബ്രേക്കാണ്. എൻജിൻ ബ്രേക്ക് ഓൺ ആവും. ബാക്കോട്ട് ആയിക്കഴിഞ്ഞാൽ എൻജിൻ ബ്രേക്ക് ഓഫ് ആവും. അപ്പം പരമാവധി ഇറക്കങ്ങളിലൊക്കെ ഇതിട്ടിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഇതില്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കിൽ പരമാവധി കാല് കൊടുക്കും. ബ്രേക്കിൽ പരമാവധി കാല് കൊടുക്കുമ്പോൾ സംഭവിച്ചാൽ നമ്മുടെ ബ്രേക്ക് ലൈനർ ചൂടാവും, ഡ്രമ്മ് ചൂടാവും, അവസാനം ബ്രേക്ക് കിട്ടാണ്ട് വരും. ഈ എൻജിൻ ബ്രേക്ക് ഇടുന്നവരോട് നമ്മൾ ചെറുങ്ങനെ ഒന്ന് കാല് ബ്രേക്ക് കൊടുത്താൽ മതി. അപ്പോൾ അത്രത്തോളം ഒരു ബ്രേക്കിൻ്റെ ഒരു ഇത് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇറക്കത്തൊക്കെ മെയിനായിട്ട് ലോഡും കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മൾ കാറും കൊണ്ട് പോകുന്ന സ്പീഡിൽ പോകാൻ പറ്റാണ്ടൊന്നുമില്ല, നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഇതൊക്കെ ഓരോ മെക്കാനിസമാണ്. ബ്രേക്ക് ചൂടായി കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം. അതുകൊണ്ട് പരമാവധി എപ്പോഴും നമ്മൾ താങ്ങിയിട്ട് പോയിക്കോളുക. പിന്നെ ഗിയറും കാര്യങ്ങളൊക്കെ ലോഡും കൊണ്ട് കയറ്റം കയറുമ്പോൾ ഒക്കെ അഡ്വാൻസ് ഇട്ടൊക്കെ നോക്കിക്കോളുക. പറ്റുവാണെങ്കിൽ അതിന് താഴെ തന്നെ ഇതാക്കിയിട്ട് കൊള്ളുക. കാരണം കറക്റ്റ് വലി മുട്ടിക്കഴിഞ്ഞാൽ എടുത്ത് പറിച്ചിടുന്ന സമയത്ത് ഗിയർ കറക്റ്റ് വീണോണമെന്നില്ല. ആ സമയത്ത് ചിലപ്പോൾ ഗിയർ ബോക്സ് പണി വരാം, അല്ലെങ്കിൽ ഹൗസിങ് പണി വരാം ഞെട്ടിയെടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഇതിൽ ശ്രദ്ധിക്കണം. അതൊക്കെ പിന്നെ വണ്ടിയിൽ പോയി ചെയ്യാൻ വരുമ്പോൾ നമുക്ക് അതൊക്കെ മനസ്സിലാവാനുള്ളതേ ഉള്ളൂ. കാറ് പോലെ ഒരു ഈസി അല്ല എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. എന്തായാലും വണ്ടീനെ വേറെ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്, കാത്തിരിക്കുക.